വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായിരുന്നു നിലമ്പൂര്. നമുക്കറിയാം, ഇരു മുന്നണികളും വളരെ ശക്തമായി അവരുടെ സകല കഴിവുകളും സകല വിഭവശേഷിയും വിനിയോഗിച്ചു. അത് ആൾശേഷിയും വിനിയോഗിച്ചു, മറ്റു രീതിയിലുള്ള എല്ലാ വിഭവശേഷിയും കൃത്യമായി വിനിയോഗിച്ചുകൊണ്ടുള്ള അതിശക്തമായ രാഷ്ട്രീയ പോരിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. അതിനൊപ്പം വിവാദങ്ങളുടെ ഘോഷയാത്രയുണ്ടായി. അത് മുഴുവൻ ഇപ്പൊ ഇവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, തുടക്കം മുതൽ ക്ഷേമ പെൻഷൻ ഒരു കൈക്കൂലിയാണ് എന്നുള്ള രീതിയിൽ കെ.സി. വേണുഗോപാൽ നടത്തിയ ആ ഒരു പ്രസ്താവന. അതിനുശേഷം പിന്നെ അതിന് തുടർക്കഥയായിട്ട് ഇങ്ങനെ ഒരുപാട് വിവാദങ്ങൾ വന്നു. പന്നിക്കണി വിവാദം വന്നു, പെട്ടി വിവാദം വന്നു. അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ. ഏറ്റവും ഒടുവിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള കൂട്ടുകെട്ട്, യുഡിഎഫിന്റെ ആ കൂട്ടുകെട്ടിനെ കുറിച്ച് അതിശക്തമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തലേദിവസം, പോളിംഗിന്റെ തലേ ദിവസം, അല്ലെങ്കിൽ അതിന്റെ നിശബ്ദ പ്രചരണത്തിന്റെ തലേന്ന് ഒരു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ സാക്ഷാൽ എം വി ഗോവിന്ദൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, നടത്തിയ ഒരു പരാമർശം, അതായത് RSS-മായി ഞങ്ങൾക്ക് ചില ഘട്ടങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു, അത് തുറന്നു പറയാൻ മടിയില്ല, അത് സത്യസന്ധമായിട്ട് പറയുമ്പോൾ അതൊരു വിവാദമാകുന്നത് പോലും തനിക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ മാതൃഭൂമി ലേഖകന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ, അല്ല, മനോരമ ലേഖകന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. അല്ല, മാതൃഭൂമി ലേഖകൻ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതെല്ലാം വലിയ പ്രശ്നമാണ്. അപ്പൊ വിവാദങ്ങളുടെ ഒരു പെരുമഴക്കാലമായിരുന്നു അവിടെ. പക്ഷെ ആ വിവാദങ്ങളുടെ പെരുമഴക്കാലത്ത് രണ്ടു മുന്നണികളും അതുപോലെ തന്നെ അൻവർ അടക്കമുള്ള എല്ലാവരും മണ്ഡലത്തിന്റെ യഥാർത്ഥ വികസന പ്രശ്നങ്ങൾ അവഗണിക്കപ്പെട്ടോ, അവിടെയുള്ള വന്യജീവി സംഘർഷം, മനുഷ്യർ നിരന്തരമായിട്ട് വന്യജീവികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു, അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വമില്ല, അവരുടെ ജീവനോപാധികൾ നിരന്തരമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർ ഭയവിഹ്വലരായി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവിടെ ഒരുപാട് വികസന പ്രശ്നങ്ങൾ, ഒരു ബൈപ്പാസിന്റെ പ്രശ്നം എത്രയോ കാലമായിട്ട് അത് പൂർത്തിയാകാതെ കിടക്കുന്നു. അതുപോലെ KSRTC ടെർമിനൽ പൂർത്തിയാകാത്ത ഈ പറഞ്ഞ പോലെയുള്ള എന്താ പറയാ, ലൈഫ് വീടുകൾ, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം അടിത്തട്ടിലേക്ക് പോവുകയും വിവാദങ്ങൾ മേൽത്തട്ടിലേക്ക് വന്ന് കൊടുമ്പിരികൊള്ളുകയും കത്തിക്കയറുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതാണോ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടത്? ഇതാണോ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ എന്താ പറയാ, രാഷ്ട്രീയ പാർട്ടികൾ ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത് വലിയ ചോദ്യം നമുക്കൊക്കെ ഉന്നയിക്കാമെങ്കിലും പലപ്പോഴും അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും യഥാർത്ഥ വിഷയങ്ങൾ അവഗണിക്കപ്പെടുകയും പകരം ഓരോ ദിവസവും ഒരു ഏക് ദിൻ കി സുൽത്താൻമാരാകാനുള്ള ഒരു ശ്രമം നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാലക്കാട് ധാരാളം ഉണ്ടായിരുന്നത്, ഇപ്പൊ നിലമ്പൂരിലും ഈ ഏക് ദിൻ കി സുൽത്താൻമാരാകാനുള്ള പരിശ്രമം ഇരുഭാഗത്തുനിന്നും ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. അതിനെ ചൊല്ലി കൊടുമ്പിരി കൊള്ളുന്ന വിവാദങ്ങൾ, അത് കാലത്തോട്ട് വൈകുന്നേരവും അത് കഴിഞ്ഞിട്ടും ചർച്ച ചെയ്തുകൊണ്ട് മാധ്യമങ്ങളും അതിനെ ചൊല്ലി, അല്ലെങ്കിൽ അത് വലിയ സംഭവമാക്കി മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ ഏതായാലും ഇതെല്ലാം കഴിഞ്ഞു. ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ ഒരു രാഷ്ട്രീയ പോര് നടന്നു. ഇരു മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭാവി രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ്. ജയിക്കാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ആത്മവിശ്വാസത്തോടെ ഒരു മൂന്നാം ഊഴത്തിലേക്ക് ഉറച്ച കാൽവെപ്പുകളോടെ മുന്നോട്ട് പോകാൻ കഴിയും. നേരെ മറിച്ചാണ്, ഒരു വലിയ തോൽവിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയുടെ ജയത്തെക്കാൾ അദ്ദേഹം ജയിക്കുകയോ തോൽക്കുകയോ എന്നതിനപ്പുറത്ത് ആ തോൽവിയും വിജയവും യഥാർത്ഥത്തിൽ കേരളത്തിന്റെ, അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെയാണ് ഏറ്റവും ഗൗരവമായി ബാധിക്കുക. അതുപോലെ തന്നെ തിരിച്ചും, അതുപോലെ തന്നെ UDF-ലേക്ക് എടുക്കുകയാണെങ്കിൽ ഈ റിസ്ക് മുഴുവൻ എടുത്തത് PV അൻവറിനെ അവസാന നിമിഷം വളരെ ശക്തമായ ഒരു തീരുമാനത്തിലൂടെ മുന്നണിക്ക് അകത്ത് തന്നെയുള്ള പലരുടെയും ആഗ്രഹങ്ങളെയും അവരുടെ അഭിപ്രായങ്ങളെയും അവഗണിച്ചുകൊണ്ട് ഒരു പരിധി വരെ എന്താ പറയാ, ഒരു വലിയ തീരുമാനം, അതായത് രാഷ്ട്രീയ കേരളത്തിൽ ഒരുപാട് പേര് കൈയടിച്ചൊരു തീരുമാനമാണ് VD സതീശന്റേത്. PV അൻവറിനെ, അദ്ദേഹത്തെ സ്വന്തം സ്ഥാനാർത്ഥി, മുന്നണി സ്ഥാനാർത്ഥിയെ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരാളെ ഒരു കാരണവശാലും ഈ മുന്നണിയിലേക്ക് എടുക്കല്, UDF-ന്റെ വാതിലുകൾ അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ മുസ്ലിം ലീഗിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, കോൺഗ്രസിനകത്ത് തന്നെ പലർക്കും, കെ സുധാകരൻ അടക്കമുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെ മുന്നണി മര്യാദകൾ, ഒരു സാമാന്യ മര്യാദ പോലും പാലിക്കാത്ത ഒരാൾക്ക് UDF-ൽ പ്രവേശനമില്ല, വാതിലുകൾ തുറക്കില്ല, അദ്ദേഹത്തിന് നേരെ വാതിലുകൾ കൊട്ടി അടയ്ക്കുകയാണെന്ന് പറയാനുള്ള, അതായത് വലിയ ഹെവി റിസ്ക് ആണ് എടുക്കുന്നത്. അതായത് അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കേക്ക് വാക്ക്, അല്ലെങ്കിൽ ഒരു ഈസി വാക്ക് ഓവർ ആകേണ്ടിയിരുന്ന നിലമ്പൂർ ഇലക്ഷന് ഒരു വലിയ മത്സരത്തിലേക്കും, അതൊരു നിലപാടിൽ നിന്നുകൊണ്ട്, ഒരു നിലപാട് തറ
എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു നിലപാട് തറ സൃഷ്ടിച്ചുകൊണ്ട് വി.ഡി. സതീശൻ സാധാരണ രാഷ്ട്രീയത്തിനേക്കാൾ അപ്പുറത്തുള്ള ഒരു വിധാനത്തിലേക്ക് അദ്ദേഹം മാറുന്ന കാഴ്ചകളുണ്ട്. പക്ഷെ അതിന് കൊടുക്കേണ്ടി വരുന്ന വലിയ റിസ്ക് ഉണ്ട്. ആ റിസ്കില് അവിടെ ഒരു തോൽവി വി.ഡി. സതീശന്റെ രാഷ്ട്രീയ ഭാവിയെ വല്ലാതെ ബാധിച്ചേക്കാം. യു.ഡി.എഫിനകത്ത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികളിലേക്ക് അത് പോയേക്കാം. അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നത് ആത്യന്തികമായിട്ട് വി.ഡി. സതീശൻ തന്നെയാണ്. അപ്പൊ ആ റിസ്ക് എടുത്തുകൊണ്ടും വി.ഡി. സതീശന്റെ ചില തീരുമാനങ്ങൾ കൈയടിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഉള്ളാലെ അതിനെ ഇത്രത്തോളം റിസ്ക് എടുക്കേണ്ടിയിരുന്നോ എന്ന് ചിന്തിച്ചവരുണ്ട്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ടും അങ്ങനെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളെല്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ പോരാട്ടം എല്ലാം കഴിയുന്നു, തർക്കവിതർക്കങ്ങൾ തീരുന്നു, വിവാദങ്ങളുടെ ഘോഷയാത്ര അവസാനിക്കുന്നു. ഇന്ന് ഇപ്പോ പോളിംഗ് ബൂത്തിൽ ജനങ്ങള് സാമാന്യം കോരിച്ചൊരിയുന്ന മഴയുണ്ടായിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. എന്നിട്ടും അതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. സത്യം പറഞ്ഞാൽ വലിയ പ്രസക്തിയൊന്നുമില്ലാത്ത മുന്നണികൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെങ്കിലും സാധാരണ മനുഷ്യരുടെ മുമ്പിൽ അത്ര വലിയൊരു പ്രാധാന്യമായിട്ട് തോന്നേണ്ട കാര്യമില്ല. കാരണം വെറും 8 മാസത്തേക്ക് വരുത്തി വെച്ചൊരു തെരഞ്ഞെടുപ്പ് PV അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് കേവലം 8 മാസത്തേക്ക് മാത്രം ഉള്ളൊരു കാലാവധി. അത് കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്നൊരവസ്ഥ. ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ്? എന്തിനാണ് ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് എന്നൊരു തോന്നൽ വേണമെങ്കിൽ അവിടുത്തെ സാധാരണക്കാർക്ക് അതായത് ശരി. അധിക രാഷ്ട്രീയ തിമിരമൊന്നും സുഹൃത്ത് ഇല്ലാത്തവർക്ക് പറഞ്ഞോട്ടെ, വേണമെങ്കിൽ താങ്കളിലേക്ക് തിരികെ തോന്നാമായിരുന്നു. വരുന്നതായിരിക്കും. ഞാൻ അടുത്ത കാലാവസ്ഥയും അതിഥിയിലേക്ക് കൂടി പ്രതികൂലമായിരുന്നു. പോയിട്ട് താങ്കളിലേക്ക് തിരികെ വരുന്നതായിരിക്കും.